അവളുടെ ഓട്ടോഗ്രാഫ് ബുക്ക് ഇന്നത്തേക്ക് ചിരിക്കാൻ കുറെ ഉണ്ടാവും. അവളുടെ കുറെ രഹസ്യങ്ങൾ ഞാൻ ഇരുന്ന് ചൂണ്ടും. ലോകമുള്ള കാലത്തോളം നിന്റെ ഓർമ്മകൾ ഇവിടെ നിലനിൽക്കും. ഓർമ്മകൾ നിലനിൽക്കുന്ന അവളെ കുറിച്ച് മറക്കാനല്ലേ നോക്കാം. നീ മുത്താട, പൊന്നാട, തങ്കക്കുടമാട. തങ്കക്കുടം വട്ടച്ചട്ടിയാണുള്ളു. നിന്നെ കെട്ടുന്നവൻ ഭാഗ്യവാനാണ്. കല്ല് വെച്ച് നടന്നൊക്കെ ഭാഗ്യം പോലും കഷ്ടപ്പെടിയാണ് മനുഷ്യൻ ഇവിടെ കിടന്നിട്ട്. എഴുതാൻ നിങ്ങൾ തലക്കടിച്ചില്ലാട്ടോ. അതൊക്കെ കിട്ടി. വായിച്ചിട്ട് തരാം. നിന്നെ പറ്റി എന്തൊക്കെ തള്ളുകളാണ് ഇതിൽ എഴുതി പിടിപ്പിച്ചതെന്ന് എനിക്കറിയാം. അത് മാത്രമല്ല, നിന്റെ കുറച്ച് രഹസ്യങ്ങൾ എനിക്ക് ഇതിനെ അറിയാനുണ്ട്. അതെ, മറ്റു രണ്ട് സാധനം വായിക്കണത്ര നല്ല ശരിയാക്കട്ടെ. ലോകത്തില്ലാത്ത തള്ളുകൾ എഴുതി പിടിപ്പിക്കുന്നതിൽ അതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഇത് മൊത്തം നുണക്കഥകളാണ് നിന്നെ പറ്റിയുള്ളത്. അങ്ങനെ നുണക്കഥകൾ എഴുതാമെങ്കിൽ ഇത് എനിക്ക് വായിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നിന്നെ കുറിച്ച് പിന്നെ ഇതിലുള്ള സത്യങ്ങളാണ് പോലും. ശരി, ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയക്കാരുടെ പാർട്ടിക്ക് എന്തെങ്കിലും പ്രവർത്തനത്തിന് പോവാൻ തന്നെ ആളെ കിട്ടണമെങ്കിൽ 500 രൂപയും ബിരിയാണിയും ബാറ്റിങ് കൊടുക്കണം. പിന്നെ അന്നത്തെ കാലത്ത് നിന്നെപ്പറ്റി ഇത്ര നല്ല കാര്യങ്ങൾ എഴുതണമെങ്കിൽ നീ എന്തെങ്കിലും കാര്യമായി ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ നിന്നെ കുറിച്ച് ആരും എന്ത് എഴുതാനാണ്? എന്തെങ്കിലും സത്യങ്ങൾ വേണ്ടേ? എത്രമാത്രം നിന്നെ പൊക്കോ. അതുകൊണ്ട് നീ അങ്ങനെ സത്യങ്ങൾ വേണ്ട. ഇതൊക്കെ അവരെ ഉണ്ടാക്കിയതെന്ന് കണ്ടാലറിയാം. ബാക്കി എന്തൊക്കെയുണ്ടെന്ന് നോക്കട്ടെ. അറിയില്ല, അറിയാനല്ലേ വായിക്കുന്നത്. വായിച്ചു നോക്കട്ടെ എടാ. മധു, നിന്റെ പേര് പോലെ തന്നെയാണ്. വളരെ സ്വീറ്റ്, ലവ്ലി. എന്റെ പൊന്നോ, പേര് പോലെ തന്നെ ഞാൻ ഭയങ്കര ലവ്ലി സ്വീറ്റിയുമായിരുന്നു. എല്ലാവരും ഞാൻ ഭയങ്കര മര്യാദപൂർവ്വം മാത്രമേ സംസാരിക്കാറുള്ളൂ. വിളിക്കും. നിന്നെ അറിയാത്തവർ വിളിക്കും. അത് ഒരു തവണ നീ വാ തുറന്ന പിന്നെ ആരും നിന്നെ ലവ്ലിന്നും സ്വീറ്റിന്നും വിളിക്കും. പിന്നെ ഒരു കാര്യം, വിളിപ്പിക്കാനൊരു മാർഗമുണ്ട്. നിന്റെ പേര് മധു പ്രഭാകരൻ എന്ന് മാറ്റിയിട്ട് ലവ്ലി പ്രഭാകരൻ, സ്വീറ്റി പ്രഭാകരൻ എന്നാക്കാം. അപ്പൊ പിന്നെ ലവ്ലി സ്വീറ്റിന്ന് വിളിക്കുന്നത് തെറ്റില്ലല്ലോ. അല്ലാതെ നിന്നെ ആരും എന്ത് വിളിക്കാൻ? ലവ്ലി സ്വീറ്റി. ആരാടി ഇവൻ? യദുകൃഷ്ണൻ. അവനവന്റെ വീട്ടിലേക്കുള്ള വഴിയും അഡ്രസ്സും ഫോൺ നമ്പറും അച്ഛന്റെ നമ്പറും എല്ലാം എഴുതി വെച്ചിട്ടുണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്യും, ആ വഴിയിലൂടെ ഒന്ന് പോയി നോക്ക്. ആ വഴി ശരിയാണെങ്കിൽ ആ വഴി ഞങ്ങൾക്ക് കിട്ടും. ഇങ്ങോട്ട് തിരിച്ചു വരണ്ട. ഏതായാലും ഇവൻ ദ്രോഹിയാണ്. കാരണം എന്താ, ഇവൻ കൊള്ളാവുന്നവനാണെങ്കിൽ നിന്നെ അന്ന് തന്നെ കടത്തിയേനെ. അവൻ എന്റെ തല്ലത് കെട്ടിവെച്ച് ആശാൻ പിടിക്കാനായിട്ട്. ഇനി അതെന്റെ കൂടെ പഠിച്ച എന്റെ ക്ലാസ്മേറ്റാ. പ്രണയത്തിന്റെ ആഴത്തിൽ മൺമറഞ്ഞു പോയാലും നീ എന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂല. എന്തൊട്ട് പഠികളാണ് ഇത്? അവള് ഗ്ലാഡീസ്. കൂടെ പഠിക്കുമ്പോ 2000 രൂപ കടം മേടിച്ചതാ. ഒരു വിവരവും ഇല്ല പിന്നെ. അപ്പൊ പറഞ്ഞ ശരി തന്നെയാണ്. പക്ഷെ ഒരു തിരുത്തുണ്ട്. പ്രണയത്തിന്റെ ആഴത്തിൽ അവള് മറന്നാലും നീ മറക്കൂല എന്ന് വേണം എഴുതാനായിട്ട്. കാരണം നിന്റെ കാശ് പോയത്. പക്ഷെ ഇപ്പൊ നീ ഓർത്തോ, 2000 രൂപ നീ കൊടുത്തതിന്റെ പേരിലാണ് അവൾ ഇമ്മാതിരി കള്ളത്തരങ്ങൾ എഴുതി പിടിപ്പിച്ചേക്കുന്നത്. അല്ലാതെ നിന്നെ കാര്യം ഓർക്കാനാണ് ആരെങ്കിലും ഓർക്കോ? ഇത്രയും നുണകൾ എഴുതി പിടിപ്പിക്കണേ കാര്യമായിട്ട് നീ എന്തെങ്കിലും ചെയ്ത് കാണും. അല്ലാണ്ട് ആരും നിന്നെ കുറിച്ച് ഇങ്ങനെ എഴുതാൻ ഒരു സാധ്യതയില്ല. എനിക്ക് അറിഞ്ഞൂടെ നിന്നെയൊക്കെ നന്നായിട്ട്. മതി വായിച്ചത്, ഞാൻ കൊണ്ട് അടുപ്പിലിടും. ഞാൻ ഫോട്ടോസ് കോപ്പി എടുത്തിട്ട് തരാം. എപ്പോഴെങ്കിലും മനസ്സൊക്കെ വിഷമിച്ച് ജീവിതം തീർന്നു വിചാരിക്കും ഇതൊക്കെ ഇത് വായിച്ചു വെക്കേണ്ടല്ല. ഈ ജീവിക്കാനോ കൊതി വരും. അതുകൊണ്ട് അമ്മാതിരി കിട്ടുക എന്തോണത്. എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട്. ഞാൻ ചിലതൊക്കെ